കൊല്ലം കാവനാട് സ്വകാര്യ സ്ഥാപനത്തിൽ തീപിടുത്തം. അഗ്നിശമന സേന എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പെയിന്റ് ഇലക്ട്രിക് വിൽപ്പന കേന്ദ്രമാണ് ഇത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ കെ അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭി, തീ അണച്ചോ? പൂർണ്ണ നിയന്ത്രണത്തിലെത്തിയിട്ടില്ല. എന്നാലും കാര്യങ്ങൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ RS സാനിറ്ററി വെയർ എന്നുള്ള കടയ്ക്കുള്ളിൽ നിന്നും പുക ഇപ്പോഴും ഉയരുന്നുണ്ട്. പൈപ്പ് അടക്കമുള്ള സാധന സാമഗ്രികൾക്ക് തീ പിടിച്ച് തുടർന്നാണ് ഇത്തരത്തിലുള്ള പുക ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. സാധാരണഗതിയിൽ തന്നെ പൈപ്പ് ഉൽപ്പന്നങ്ങൾക്ക് തീ പിടിച്ചാൽ, തീ കെടുത്തിയാൽ പോലും പുക ഉയരുന്ന സ്ഥിതിയുണ്ട്. കടയ്ക്കുള്ളിലേക്കുള്ള നിയന്ത്രണം പരിപൂർണമായി ഫയർഫോഴ്സ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂറായി തീവ്ര പരിശ്രമത്തിൽ ഫലം കൂടിയായിട്ടാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. എന്നാൽ പരിപൂർണമായി നിയന്ത്രണത്തിലെത്താൻ ഇനിയും ഒരു 15 മിനിറ്റ് സമയം കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് അവ്യക്തതകൾ തുടരുകയാണ്. കടയുടമ പ്രതാപൻ എന്നുള്ള ആൾ ഞായറാഴ്ച രാവിലെ എത്തി നിലവിളക്ക് തെളിച്ച ശേഷം കടയടച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് 10 മണിയോടുകൂടിയാണ് തീപിടുത്തം ജനശ്രദ്ധയിലേക്ക് വരുന്നത്. സമീപത്തെ വ്യാപാരികൾ പോലീസിനെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയപ്പോഴേക്കും വലിയ തോതിൽ തീ ആളിപ്പടർന്നിരുന്നു. തൊട്ട് പിന്നിലായി ഒരു വീടും അതോടൊപ്പം തന്നെ സമീപത്തായി നിരവധി വ്യാപാര കേന്ദ്രങ്ങളുമുണ്ട്. പക്ഷേ എവിടേക്കും തീ പടരാതിരിക്കാനുള്ള ജാഗ്രത പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തൊട്ട് പിന്നിൽ താമസിക്കുന്ന പ്രായമായ അമ്മയെ സ്ഥലത്തു നിന്നും നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ബൈപ്പാസ് റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഫയർഫോഴ്സ് സംഘാംഗങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയുള്ള സുഗമമായ പാത ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 1 മണിക്കൂർ സമയത്തിലധികം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ തന്നെ തീ കൂടുതൽ മേഖലയിലേക്ക് പടരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ തീ പരിപൂർണമായി കെടുത്തുന്നതിനാവശ്യമായ ശ്രമങ്ങളിൽ തന്നെയാണ് ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ? പെയിന്റ്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, പൈപ്പ് അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞായറാഴ്ച ആയിരുന്നതിനാൽ തന്നെ ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ കടയുടമ രാവിലെ എത്തി തിരി തെളിച്ച് മടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിൽ നിന്നാണോ തീ പടർന്നത് എന്നതിൽ വ്യക്തത കുറവുണ്ട്. അതോ ഇനി ഇലക്ട്രിക് സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് വഴി തീ പടർന്നതാണോ എന്നുള്ളതും പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായി സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയ ശേഷമുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അടക്കമുള്ള പരിശോധനകൾ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും